ഓഡിബിൾ ആണോ എല്ലാവർക്കും? യെസ് മിസ്. ഇതില് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സ് കണ്ടുപിടിച്ചതെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. പിന്നെ ഓക്കെ, ഇതാണ് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സ് കിട്ടി നമുക്ക്. ഇനി ബാക്കി സ്റ്റെപ്പുകൾ നോക്കാം. ഞാനിത് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സിനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഫുള്ള് കോൺജുഗേറ്റ് ബീം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇപ്പൊ നമുക്ക് ഒരു മെത്തേഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബീം തന്നാല് ചിലപ്പം ചില കണ്ടീഷനിൽ നമുക്ക് ചില മെത്തേഡ് ആയിരിക്കും എളുപ്പം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ബീമിൽ എക്സ്റ്റേണൽ ലോഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തപ്പോൾ, അതായത് വി ബിയും വി സിയും ഡിപെൻഡന്റ് ഫോഴ്സ് ആയിട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അത് കാന്റിലിവർ ആയിരുന്നു. അപ്പൊ ആ കാന്റിലിവറിന്റെ കേസിൽ ഡയറക്ട്ലി നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് WL3/3EA. ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം മൊമെന്റ് ആണ് അല്ലെ. മൊമെന്റ് വന്നിട്ട് രണ്ട് റിയാക്ഷൻ വരുന്നുണ്ട്. ഇവിടെ കോൺജുഗേറ്റ് ബീം എടുത്താലും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം. അപ്പം ഏത് കേസിലാണ് ഏത് മെത്തേഡ് എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെൽറ്റ മെട്രിക്സ് കണ്ടുപിടിക്കാം. ഗോപിക ആരാ? ഗോപിക കെ? മിസ് ഞാൻ മാത്രമേ ഗോപികയുള്ളൂ. അല്ല മിസ്സേ, ഇപ്പൊ ഞാൻ അമലാണ്. ഇപ്പൊ എന്റെ ഫോണില് ലിങ്ക് എടുക്കാനായിട്ട് അനിയത്തിന്റെ ഫോണിൽ തരുന്നത്. ഓക്കെ 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 ഓക്കെ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡെൽറ്റ മെട്രിക്സ്. ഡെൽറ്റ മെട്രിക്സിൽ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇന്നലെ പറഞ്ഞ ഇക്വേഷൻ ഡെൽറ്റ ജെ മൈനസ് ഡെൽറ്റ എൽ. ഈ ജെ എന്ന് പറയുന്നത് സപ്പോർട്ടിന്റെ സെറ്റിൽമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡ് കാരണം. ഇവിടെ നമുക്ക് സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ, സപ്പോർട്ടിന് സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് എടുത്ത് പറയും. അതല്ലാത്ത ഒരു കേസിലാണെങ്കിൽ ഡെൽറ്റ ജെ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് തന്നെ എടുക്കാം. ഇവിടെ എന്താണ് ഡെൽറ്റ എന്ന് പറയുന്നത്? മൈനസ് ഡെൽറ്റ എൽ. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി ഡെൽറ്റ എൽ എന്ന് പറയുമ്പം രണ്ട് ലോഡ് ഉണ്ട്. ഇവിടെ എത്ര ലോഡ് ഉണ്ട്? ലോഡല്ല, എൽ എന്ന് പറയുന്നതിൽ നമുക്ക് എത്ര കോർഡിനേറ്റ് ഉണ്ട് നോക്കാം. അപ്പം രണ്ട് കോർഡിനേറ്റ് ഉള്ളത്. ഒരു കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 1L, സെക്കൻഡ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്നത് ഡെൽറ്റ 2L. ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു എക്സ്റ്റേണൽ ലോഡ് 1 കാരണം എക്സ്റ്റേണൽ 2 ഡെൽറ്റ 2L എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡ് 2 കാരണം. അങ്ങനെയല്ല, എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കോർഡിനേറ്റ് 1ൽ ഉണ്ടാവുന്നത്, ആൻഡ് എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കോർഡിനേറ്റ് 2ൽ ഉണ്ടാവുന്നത് ഡെൽറ്റ 2L. അങ്ങനെ. ഇനി നമുക്ക് തന്നിട്ടുള്ള ഫിഗർ, അതായത് നമുക്ക് തന്നിട്ടുള്ള ലോഡിംഗ് കണ്ടീഷൻ വരയ്ക്കാം. ഇതായിരുന്നു ലോഡിംഗ്. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൊട്ടേഷൻ ആണ് അല്ലെ. ഡെൽറ്റ എന്ന് പറയുന്നത് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മൊമെന്റ് ആണ്. മൊമെന്റ് കോർഡിനേറ്റ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷൻ ആണ്. സെയിം കോൺജുഗേറ്റ് ബീം തന്നെ എടുക്കാം. ഇതില് കോൺജുഗേറ്റ് ബീമില് ലോഡിംഗ് എന്ന് പറയുന്നത് ഒറിജിനൽ ബീമില് എന്താണ്? M/A ഡയഗ്രാം ആണ്. ഇപ്പൊ ഞാൻ ആദ്യം എ ബി
സി ഡി. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. എ ബിയിൽ എന്താണ്? യു ഡി എൽ ആണ്. എ ബിയിലെ യു ഡി എൽ എന്ന് പറയുമ്പോൾ യു ഡി എൽ കാരണം ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെയാണ്? പാരാബോളിക് ആണ്. ഈ ഒരു ഷേപ്പിലാണ് യു ഡി എൽ കാരണം ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് വരിക. ആൻഡ് അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡബ്ല്യു വാല്യൂ പറയൂ, ആർക്കാ അറിയാവുന്ന? യു ഡി എൽ കാരണം ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഇക്വേഷൻ എന്താണ്? അഞ്ജിത, യു ഡി എൽ ആക്ട് ചെയ്യുമ്പം ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് W_L²/8. ഓക്കെ, W_L²/8. അപ്പൊ ഇവിടെ W എന്ന് പറയുന്നത് 40 ഇൻറ്റു സ്പാൻ എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. W ഇൻറ്റു L²/8 വാല്യൂ കിട്ടുന്നത് എത്രയാ? 720. അപ്പൊ ഇവിടുത്തെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇവിടുത്തെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 720. ആൻഡ് ഇതെന്താ? കോൺജുഗേറ്റ് ബീം അല്ലേ? കോൺജുഗേറ്റ് ബീമിലെ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ M/EA. അപ്പൊ 720/EA ആണ് ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ദെൻ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ബി സിയിൽ എന്താണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ലോഡാണ്. ഈ എ എന്ന് പറയുന്നത്, അതായത് ഇവിടുന്ന് ബിന്ന് 4 മീറ്ററും സിന്ന് 8 മീറ്ററും. ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ആരാ പറഞ്ഞുതരാ? ദിൽന, ഒരു ലോഡ് ആക്ട് ചെയ്യാണ്. ഇവിടെ എ ഡിസ്റ്റൻസ് ബി ഡിസ്റ്റൻസ് ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്താ? WAB/L. WAB/L. അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെ ഉണ്ടാവും? എങ്ങനെ വരും? ബെൻഡിങ് മൊമെന്റ് ട്രയാങ്കിൾ ആയിരിക്കും. മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും. ഇതുപോലെ വരും ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓക്കെ ദിൽന. ദെൻ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അഗൈൻ യു ഡി എൽ ആണ്. W_L²/8. W_L²/8 ഇവിടെ ഡബ്ല്യുവിന്റെ വാല്യൂ 20. സോറി, ഇവിടുത്തെ വാല്യൂ നമ്മൾ കണ്ടില്ല. W എന്ന് പറയുന്നത് 120 ഇൻറ്റു എ എന്ന് പറയുന്നത് 4 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് 12 പോയി. 4 ഇൻറ്റു 8 240, സോറി 320 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറയും. അപ്പം മാക്സിമം ഓർഡിനേറ്റ് 320/EA. ആൻഡ് സി ഡിയിൽ വീണ്ടും പാരാബോളിക് ആയിരിക്കും. ആൻഡ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് WL²/8. W ഇൻറ്റു 12²/8 720യുടെ പകുതി വരും 360. 360/EA. ഇതാണ് നമ്മളെ കോൺജുഗേറ്റ് ബീമിൽ ലോഡിംഗ് ആയിട്ട് വരുന്നത്. ഒറിജിനൽ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക. ആൻഡ് ആ മൊമെന്റ് ബൈ EA ആയിരിക്കും കോൺജുഗേറ്റ് ബീമില് ലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Δ1L-ഉം Δ2L-ഉം. Δ1 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഏതാണ്? B ആണ്. 2 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഏതാണ്? C ആണ്, അല്ലെ? അപ്പൊ ഇവിടത്തെയും എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആയിരുന്നു. മൊമെന്റ് കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ. ഡെൽറ്റ എന്ന് പറയുന്നത് ബിയിലെയും സിയിലെയും റൊട്ടേഷൻ ആണ്. ഇവിടെ വരച്ചിട്ടുള്ളത് കോൺജുഗേറ്റ് ബീമാണ്. കോൺജുഗേറ്റ് ബീമില് എന്തെടുത്താലാണ് നമുക്ക് ഒറിജിനൽ ബീമില് റൊട്ടേഷൻ കിട്ടുക? ധനുഷ, നിവിൽ, ധനുഷ. ഓക്കെ ധനുഷ. അതായത് ഇവിടെ വരച്ചിട്ടുള്ളത് കോൺജുഗേറ്റ് ബീമാണ്. കോൺജുഗേറ്റ് ബീമിൽ എനിക്ക് വേണ്ടത് ബിയിലെയും കോർഡിനേറ്റ് 1ലെയും 2ലെയും റൊട്ടേഷന്റെ വാല്യൂ ആണ്. അപ്പൊ ഞാൻ കോൺജുഗേറ്റ് ബീമിൽ എന്ത് കണ്ടാലാണ് എനിക്ക് റൊട്ടേഷൻ കാണാൻ പറ്റുക? ഒറിജിനൽ ബീമില്
റിയാക്ഷൻ. അപ്പം കോൺജുഗേറ്റ് ബീമിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ബിയും ആർ സിയുടെയും വാല്യൂ കാണണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതില് ഇനി ഓരോ കേസ് എടുക്കാം. ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അതായത് എ ബി സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക, പി സി സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക, സി ഡി സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഓരോന്നിലുണ്ടാവുന്ന റിയാക്ഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ എ ബി വരയ്ക്കാം. ഇതാണ് എ ബി. എ ബിയുടെ ലോഡിംഗ് എന്ന് പറയുന്നത് മാക്സിമം 720/EA. ആൻഡ് ഈ റിയാക്ഷനെ ഞാൻ RA ഡബിൾ ഡാഷ് ആൻഡ് RB ഡബിൾ ഡാഷ്. ഡബിൾ ഡാഷ് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ എഫ് മെട്രിക്സ് കാണാൻ നേരം ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ടായി. ഇപ്പൊ ഇവിടെ നമുക്ക് മാറിപ്പോണ്ട, RA ഡബിൾ ഡാഷ് കൊടുക്കാം. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ എ ബി നോക്കുകയാണെങ്കിൽ ഈ ലോഡിംഗ് എന്താണ്? സിമെട്രിക് ആണ്. അപ്പൊ RA ഡബിൾ ഡാഷും RB ഡബിൾ ഡാഷും എന്താണ്? ഈക്വൽ ആയിരിക്കും. ആൻഡ് ടോട്ടൽ ഈ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡിന്റെ ഹാഫ് ആയിരിക്കും RA ഡബിൾ ഡാഷും RB ഡബിൾ ഡാഷും. അപ്പൊ ഇതെന്താണ്? ഒരു പരാബോളിക് ഡയഗ്രാം ആണ് അല്ലെ? ഈ പരാബോളയുടെ ഏരിയ എങ്ങനെ കാണാം? ആരെങ്കിലും പറഞ്ഞുതരാമോ? ആർക്കെങ്കിലും അറിയോ? ഈ പരാബോള, ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ലോഡിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് പരാബോളിക് ആണ്. ആൻഡ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ആവശ്യം വരും, എഴുതി വെച്ചോളൂ. ഏരിയ ഓഫ് പരാബോള എന്ന് പറഞ്ഞാല് equal to 2/3 into base into height. ഇതാണ് ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ പരാബോള എങ്കിൽ ഈ പരാബോളയുടെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഇങ്ങനെ വരുന്ന പരാബോള, ഓക്കെ, ഇങ്ങനെ വരുന്ന പരാബോള ആണെങ്കിൽ ഇത് ബേസ്, ഇത് ഹൈറ്റ് ആണെങ്കിൽ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 2/3 BH ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ എന്ത് ഏരിയ വരുന്നത്. അപ്പൊ ഈ ഏരിയ കണ്ടാല് ടോട്ടൽ ലോഡ് കിട്ടും നമുക്ക് ഇല്ലേ? ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ RA ഡബിൾ ഡാഷും RB ഡബിൾ ഡാഷും കിട്ടും. കാരണം ഇത് സിമെട്രിക് ആണ്. അപ്പം നമുക്ക് എഴുതാം RA ഡബിൾ ഡാഷ് ഈക്വൽ ടു RB ഡബിൾ ഡാഷ് ഈക്വൽ ടു ടോട്ടൽ ഇത് ഡിവൈഡഡ് ബൈ 2 ഹാഫ് ഇൻറ്റു ഇതിന്റെ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പാൻ, എ ബിയുടെ സ്പാൻ 12 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഓർഡിനേറ്റ്. ഇവിടെ മാക്സിമം ഓർഡിനേറ്റ് എത്രയാ? 720/EA. ഈ വാല്യൂ എത്ര വരും? RA ഡാഷ് അല്ലെങ്കിൽ RA ഡബിൾ ഡാഷ് അല്ലെങ്കിൽ RB ഡബിൾ ഡാഷിന്റെ വാല്യൂ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 2880 ഡിവൈഡഡ് ബൈ EA. ഇതാണ് RA ഡബിൾ ഡാഷിന്റെ RB ഡബിൾ ഡാഷിന്റെ വാല്യൂ. ഇനി രണ്ടാമത്തെ മെമ്പർ എടുക്കാം. രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് BC. BCയിൽ ട്രയാങ്കിൾ ലോഡിംഗ് ആണ്. അപ്പൊ അതെടുക്കുക. അത് വഴിക്ക് നമുക്ക് റിയാക്ഷൻ കാണാം. BC മാക്സിമം ഓർഡിനേറ്റ് എത്രയായിരുന്നു? 320/EA. 320/EA ഇതാണ് 320/EA. എന്താണ്? നമ്മുടെ ലോഡിംഗ് ആണ്. നമുക്ക് കാണേണ്ടത് RC ഡബിൾ ഡാഷ്. വേണമെങ്കിൽ ഇതിനെ എനിക്ക് RB1 ഇതിനെ RB2 ഞാൻ റെപ്രസെന്റ് ചെയ്യാം. കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് റിയാക്ഷൻ കാണണം. ഈ രണ്ട് റിയാക്ഷൻ കാണാനായിട്ട് എന്താ, ഇത് സിമെട്രിക് ലോഡിംഗ് അല്ല, ഡയറക്റ്റ് ഹാഫ് എടുക്കാൻ പറ്റില്ല. കാരണം മാക്സിമം ഓർഡിനേറ്റ് തമ്മിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് 4 മീറ്ററും ഇത് 8 മീറ്ററും ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ടോട്ടൽ ഏരിയ കണ്ടിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പറ്റില്ല. സിമെട്രിക് ലോഡിംഗിന്റെ കേസിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ, നമുക്ക് മൊമെന്റ് കണ്ടേ പറ്റുള്ളൂ. മൊമെന്റ് കാണാൻ നേരം മൊമെന്റ് അബൌട്ട് B ഈക്വൽ ടു 0. ഈ മൊമെന്റ് എടുക്കാൻ നേരം എന്താണ്? ടോട്ടൽ ഏരിയ ഇൻറ്റു നമുക്ക് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് അറിയണം. സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം
ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്? ഇത് 1/3യും 2/3 ആയിരിക്കും. ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1/3 ആയിരിക്കും, റൈറ്റ് എൻഡിൽ നിന്ന് 2/3 ആയിരിക്കും. ഈ ലെങ്ത്തിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ 1/3 ആയിരിക്കും ആൻഡ് ടോട്ടൽ ലെങ്ത്തിന്റെ 2/3 ഫ്രം റൈറ്റ് എൻഡിലായിരിക്കും സെൻട്രോയിഡ് വരിക. ബട്ട് ഈ ട്രയാങ്കിൾ നോക്കാം. ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് അല്ല, ഓൾസോ സിമെട്രിക്കും അല്ല. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ ഇതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാണും? അപ്പൊ ഇതിന് ഇക്വേഷൻ ഉണ്ട്. ഞാനിത് റെഡിൽ എഴുതുന്നതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ഒരു നോട്ട് തന്നെ എഴുതി വെക്കുക, മറന്നു പോകരുത്. ലാസ്റ്റ് ഇങ്ങനെയാണ് നമുക്കുള്ള ഒരു ഒരു ട്രയാങ്കിൾ എങ്കിൽ ഇതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് ഇതിന്റെ സെൻട്രോയിഡ് വരെ, സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും സംവേർ, അതായത് ഇതിന്റെ ഈ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറി കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ഇതിന്റെ സെൻട്രോയിഡ് വരെ. ആൻഡ് ഈ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് ലെങ്ത്, ഇത് എയും ഇത് എയും സോറി ഇവിടെ വരെ എയും ഇത് ബിയും ആണെന്ന് വെക്കാം. അതായത് മാക്സിമം ഓർഡിനേറ്റ് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എയും ബിയും, ടോട്ടൽ ലെങ്ത് എല്ലും ആണെങ്കിൽ ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, സെൻട്രോയിഡിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ പ്ലസ് a/3യും റൈറ്റിലേക്ക് എൽ പ്ലസ് b/3യും ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇതുപോലെയാണ് നമുക്ക് ട്രയാങ്കിൾ എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് നമുക്ക് മാക്സിമം ഓർഡിനേറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കുറച്ച് നീങ്ങിയായിരിക്കും നമ്മുടെ മാക്സിമം ഓർഡിനേറ്റ് കിടക്കുക. ആ ഓർഡിനേറ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എൽ പ്ലസ് a/3, ഒരു എൻഡിൽ നിന്ന് എൽ പ്ലസ് a/3യും അടുത്ത എൻഡിൽ നിന്ന് എൽ പ്ലസ് b/3 ആയിരിക്കും. എയും ബിയും എന്താണ്? മാക്സിമം ഓർഡിനേറ്റ് എത്ര ഡിസ്റ്റൻസിലാണ്? എയും ബിയും ആണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഇത് ഓർത്ത് വയ്ക്കുക, ഇതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊമെന്റ് കാണാൻ നേരം മൊമെന്റ് അബൌട്ട് ബി ഈക്വൽ ടു 0. അപ്പം മൊമെന്റ് അബൌട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ ഏരിയയുടെ ടോട്ടൽ ഏരിയ ഇൻറ്റു ഇതിന്റെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വരാം. സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് തൊട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? എൽ പ്ലസ് a/3. ഇവിടെ എ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, എൽ എന്ന് പറയുന്നത് 12 ആണ്. 12 പ്ലസ് 4/3, 12 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 16/3. അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് എവിടെയാണ് ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് എൽ പ്ലസ് a/3 ഓർ 16/3 എന്ന് പറഞ്ഞത്. റൈറ്റ് എൻഡിൽ നിന്നാവുമ്പോൾ എൽ പ്ലസ് b/3, എൽ എന്ന് പറഞ്ഞാൽ 12 പ്ലസ് ബി എന്ന് പറയുന്നത് 8, എൽ പ്ലസ് 8 എന്ന് പറയുന്നത് 20/3യും വരും. റൈറ്റ് എൻഡിൽ നിന്ന് 20/3യും ലെഫ്റ്റ് എൻഡിൽ നിന്ന് 16/3 ആയിരിക്കും സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. ഇനി നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം എം ബി ഈക്വൽ ടു 0. ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ബേസ് എന്ന് പറയുന്നത് 12 ഇൻറ്റു മാക്സിമം ഓർഡിനേറ്റ് 320/EI ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാ? 16/3 ലെഫ്റ്റ് എൻഡിൽ നിന്നല്ലേ, മൈനസ് ആർ സി. ഇതെന്താ? ക്ലോക്ക് വൈസ് ആണ്, താഴോട്ടല്ലേ ലോഡ്, ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ആർ സി കാരണം ഉണ്ടാവുന്നത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. മൈനസ് ആർ സി ഡബിൾ ഡാഷ് ഇൻറ്റു 12 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ ആർ സി ഡബിൾ ഡാഷ് ഇൻറ്റു 12 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 12 6 ഇൻറ്റു 320/EI ഇൻറ്റു 16/3. ഇതിൽ നിന്ന് ആർ സി ഡബിൾ ഡാഷിന്റെ വാല്യൂ കിട്ടുക ചെക്ക് ചെയ്യുക, തെറ്റുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് ആർ സി ഡബിൾ ഡാഷിന്റെ വാല്യൂ. എനിക്കിന് ആർ സി 1 ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. അപ്പുറത്തെ ഒരു മെമ്പറും കൂടെ വരുമ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ കൂടെ വരുന്നുണ്ടല്ലോ. ഇതാണ് ആർ സി 1 ഡബിൾ ഡാഷ്.
ഇവിടെ RC1 കിട്ടി. ഇനി RB2 കിട്ടണം. RB2 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാല് വെർട്ടിക്കൽ സിഗ്മ വി ഈക്വൽ ടു 0 ചെയ്താൽ മതി. സിഗ്മ വി ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ RB2 ഡബിൾ ഡാഷ് പ്ലസ് RC1 double dash equal to total load half into 12 into 320 by EI. അവിടെ മൊമെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം വെർട്ടിക്കൽ ഫോഴ്സ് അല്ലേ, ഏരിയ മാത്രം മതി. നമുക്ക് ഓൾറെഡി RC1 വാല്യൂ അറിയാം. അപ്പൊ RB2 double dash equal to 6 into 320 by EI minus RC1 double dash വാല്യൂ 853.33 by EI. RB2 double dash വാല്യൂ എനിക്ക് കിട്ടുക 1066.67 by EI എന്നാണ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ബീമിന്റെ രണ്ടാമത്തെ മെമ്പർ ആയിട്ടുള്ള BCയില് രണ്ട് റിയാക്ഷൻ കിട്ടി. അതായത് ഇവിടുത്തെ രണ്ട് റിയാക്ഷൻ കിട്ടി. ഇനി ലാസ്റ്റ് ഒരു മെമ്പറും കൂടി ഉണ്ട്. ഏതാണ്? CD-യിൽ എന്താ സിമെട്രിക് ലോഡിംഗ് ആണ്. ഫസ്റ്റ് കേസിൽ ചെയ്ത പോലെ തന്നെ ഏരിയ കാണുക, അതിന്റെ ഹാഫ് എടുക്കുക. അപ്പൊ രണ്ട് റിയാക്ഷൻ കിട്ടി. അത് മാത്രമായിട്ട് എടുത്ത് വരയ്ക്കുക. ഇതാണ് CD. ഇവിടുത്തെ റിയാക്ഷനെ ഞാൻ RC2 ഡബിൾ ഡാഷ്, ഓൾറെഡി ഇവിടെ RC1 ഡബിൾ ഡാഷ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. RD ഡബിൾ ഡാഷ് ഇത്ര വരുന്നുള്ളൂ. ഇവിടെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 360 by EI. പരാബോളിക് ആണ് അല്ലെ? പരാബോളിക്കിന്റെ ഏരിയ ഞാൻ പറഞ്ഞു 2/3 ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് RC ഡബിൾ ഡാഷ് ഈക്വൽ ടു RC2 ഡബിൾ ഡാഷ് ഈക്വൽ ടു RD ഡബിൾ ഡാഷ് ഈക്വൽ ടു ഇതിന്റെ ഏരിയ കാണാം, ഇതിന്റെ ഹാഫ് എടുത്താൽ മതി, കാരണം സിമെട്രിക് ലോഡിംഗ് ആണ്. ഹാഫ് ഓഫ് ടോട്ടൽ ഏരിയ 2/3 ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 12, ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 360 by EI. എത്ര വരുന്നു? RC2 ഡബിൾ ഡാഷും RD ഡാഷ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 1440 by EI എന്ന് വരും. ഇപ്പൊ നമുക്ക് എല്ലാ മെമ്പറിലെയും റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ ജോയിന്റിലും ഉണ്ടാവുന്ന RA ഡബിൾ ഡാഷ് കിട്ടി. RBക്ക് RB1 ഡബിൾ ഡാഷും ഉണ്ട്, RB2 ഡബിൾ ഡാഷും ഉണ്ട്. കാരണം രണ്ട് മെമ്പർ കാരണവും ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സിമിലർലി സിയിലും രണ്ട് മെമ്പർ കാരണവും റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്താ വേണ്ടത്? Δ1L-ഉം Δ2L-ഉം. Δ1L എന്ന് പറയുന്നത് ബിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ, ടോട്ടൽ റിയാക്ഷൻ. അതെന്താണ്? RB1 ഡബിൾ ഡാഷ് പ്ലസ് RB2 ഡബിൾ ഡാഷ് അല്ലെ? അത്രയും ചെയ്താൽ മതി. ഞാനിവിടെ എഴുതാം, എഴുതാവേ, സൈഡിൽ എഴുതാം. നമുക്ക് കിട്ടേണ്ടത് Δ1L. Δ1L എന്ന് പറയുന്നത് കോർഡിനേറ്റ് 1ൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ, അതായത് കോൺജുഗേറ്റ് ബീമിലെ റിയാക്ഷൻ RB ആണ് വേണ്ടത്. RB ഡബിൾ ഡാഷ്. ഇനി RB ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാല് AB എന്ന് പറയുന്ന മെമ്പർ കാരണം ഇവിടെ എന്തുണ്ട്? റിയാക്ഷൻ ഉണ്ട്. BC കാരണവും റിയാക്ഷൻ ഉണ്ട്. അതെന്താ? RB1 ഡബിൾ ഡാഷ് പ്ലസ് RB2 ഡബിൾ ഡാഷ്. നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. RB1 ഡബിൾ ഡാഷ് എത്രയാ? ഇതാണ് RB1 ഡബിൾ ഡാഷ് 2880 by EI. സിമിലർലി RB2 ഡബിൾ ഡാഷും കണ്ടുപിടിച്ചിട്ടുണ്ട്. RB2 ഡബിൾ ഡാഷിന്റെ വാല്യൂ 1066.67 by EI. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RB1 double dash value 2880 by EI and RB2 double dash value 10.EI. Sum ചെയ്ത് കഴിയുമ്പോൾ Δ1L ന്റെ വാല്യൂ 3946.67 by EI എന്ന് വരും. ആൻഡ് Δ2L എന്ന് പറയുന്നത് RC ഡബിൾ ഡാഷ് ആണ്. അതും എന്താണ്? RC1 ഡബിൾ ഡാഷ് പ്ലസ് RC2 ഡബിൾ ഡാഷ്. രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി. RC1 ഡബിൾ ഡാഷ് ഏതാണ്? 853.33 by EI ആൻഡ് RC2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 1440 by EI. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എത്ര വന്നു? ഇതാണ് Δ1L-ഉം Δ2L-ഉം. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡെൽറ്റ എടുക്കുന്ന സമയത്ത് കോർഡിനേറ്റിന്റെ ഡയറക്ഷൻ നോക്കണം, ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ നോക്കണം. എന്നത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ Δ1L-ന് മൈനസ് സൈൻ കൊടുത്തത് ഓർക്കുന്നുണ്ടോ? അതുപോലെ ഇവിടെ നോക്കുക, അന്ന് എന്തായിരുന്നു?
കോർഡിനേറ്റിന്റെ ഡയറക്ഷൻ നോക്കാം. എന്നിട്ട് കോർഡിനേറ്റിന്റെ ഡയറക്ഷൻ കാരണം കോർഡിനേറ്റിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ മൈനസ് സൈൻ കൊടുക്കും. അതല്ല കോർഡിനേറ്റ് ഏത് ഡയറക്ഷനിലാണോ കോർഡിനേറ്റിന്റെ ഡയറക്ഷനിലാണോ എന്ത് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് പോസിറ്റീവ് എന്ന് വാല്യൂ കൊടുക്കും. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഈ ഡെൽറ്റയ്ക്ക് നമ്മൾ മൈനസ് സൈൻ കൊടുക്കണം. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു മെമ്പറിൽ നമ്മൾ കൊടുത്ത കോർഡിനേറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കോർഡിനേറ്റിൽ ഇതുപോലെ ഇതുണ്ടായാൽ ഇതിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആണ്. മൊമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എങ്ങനെയാണ്, ഇതുപോലെയല്ലേ? ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ പാറ്റേൺ അല്ലെ. ആൻഡ് ഈ ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ പാറ്റേൺ എങ്ങനെയാണ്, ഇത് തന്നെയാണ്. അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം ഇവിടെ ഉണ്ടായ റൊട്ടേഷനും ഈ മൊമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷന്റെ ഡയറക്ഷനും സെയിം ആണ്. എന്തായാലും ഡിഫ്ലക്ഷൻ ഈ ഒരു പാറ്റേണേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നെഗറ്റീവ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം കോർഡിനേറ്റ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിലാണ് എക്സ്റ്റേണൽ ലോഡ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഈ അവർ എത്ര മണി വരെ? 12:30 വരെ അല്ലേ? അപ്പം ഇവിടെ നമുക്ക് മൈനസ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾക്ക് കൊടുത്തിട്ടുള്ളത് കോർഡിനേറ്റ് ഒരു മൊമെന്റ് ആണ്. ഈ മൊമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഈ ഇതുപോലെ തന്നെയായിരിക്കും റൊട്ടേഷൻ ഉണ്ടാവുക. ആൻഡ് എക്സ്റ്റേണൽ ലോഡ് കാരണവും നമുക്ക് ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ, രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇതിന് നമ്മൾ നെഗറ്റീവ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ഡെൽറ്റയുടെ വാല്യൂ എടുത്തിടാം. ഡെൽറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡെൽറ്റ എൽ. അത് നമ്മളെ ഇക്വേഷൻ പ്രകാരമാണ്. ഇവിടെ എഴുതിയിട്ടില്ലേ, ഡെൽറ്റ ജെ മൈനസ് ഡെൽറ്റ എൽ. ഡെൽറ്റ ജെ 0 ആണ്. അപ്പൊ ഡെൽറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡെൽറ്റ എൽ. ആൻഡ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഡെൽറ്റ 1L ഡെൽറ്റ 2L മൈനസ് ഓഫ് 3946.67. ഇതാണ് ഡെൽറ്റ 1L, ഇതാണ് ഡെൽറ്റ 2L by EI and 2293.33 by EI. ഇതിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 1/EI പുറത്തെടുക്കുക, മൈനസ് വെച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3946.67 2293.33. ഇതാണ് ഡെൽറ്റ വരിക. നമുക്ക് ഡെൽറ്റ കിട്ടി. ഡെൽറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഡെൽറ്റയും എഫ് മെട്രിക്സും യൂസ് ചെയ്തിട്ട് റിഡൻഡന്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മറ്റാണ്, ഞാൻ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു പി ഈക്വൽ ടു ഡെൽറ്റ. എഫ് മെട്രിക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 1/EI 8228 ഇൻറ്റു പി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? പി എന്ന് പറയുന്നത് എന്താ ഇവിടെ? മൊമെന്റ് ആണ് അല്ലേ? മൊമെന്റ് അറ്റ് ബി ആൻഡ് മൊമെന്റ് അറ്റ് സി. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള പി എന്ന് പറയുന്നത് ലോഡാണ്. ലോഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് കോർഡിനേറ്റ് ചെയ്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്ത റിഡൻഡന്റ് ഫോഴ്സുകൾ. ഇവിടെ എം ബിയും എം സിയും ആണ് നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സുകൾ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഡെൽറ്റയുടെ വാല്യൂ കിട്ടിയത് എത്ര? 1/EI ഇൻറ്റു മൈനസ് 3946.67 മൈനസ് 2293.3. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എം ബി എം സിയുടെ വാല്യൂ കിട്ടും. 1/EI ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാണ്. ഇക്വേഷൻ എഴുതുമ്പോൾ 8MB പ്ലസ് 2MC ഈക്വൽ ടു മൈനസ് 3946.67. സിമിലർലി 2MB plus 8MC equal to minus 2293.3. The equation number 1, equation number 2. Calculator ലിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എം ബിയുടെ വാല്യൂ വരുന്നത് മൈനസ് 449.78. വാല്യൂസ് കിട്ടുന്നുണ്ടോ നോക്കുക. എം സിയുടെ വാല്യൂ മൈനസ് 174.22 കിലോ ന്യൂട്ടൺ മീറ്റർ.
ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഈ കിട്ടിയേക്കുന്നത് എന്താണ്? എം ബിയും എം സി എന്ന് പറയുന്നത് സപ്പോർട്ടിലുള്ള മൊമെന്റ് ആണ്. ഇവിടെ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ നിങ്ങളോട് വരച്ചു വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്താണ് തന്നിട്ടുള്ള പ്രോബ്ലത്തില് 3 സ്പാൻ ആണ് ഉള്ളത് ഇല്ലേ? 3 സ്പാൻ എ ബി സി ഡി. എയിൽ എന്താണ്? ഇവിടെ യു ഡി എൽ ആണ്, ഇവിടെ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ്, ഇവിടെ അഗൈൻ യു ഡി എൽ ആണ്. ഇത് ഹിഞ്ച് സപ്പോർട്ട്, ഇത് റോളർ സപ്പോർട്ട്. അപ്പം എം ഡിയും എം സിയും അതായത് ബിയിലെയും സിയിലെയും ഡയറക്റ്റ് സപ്പോർട്ട് മൊമെന്റ് ആണ് നമ്മളിവിടെ റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് എങ്കിൽ ഈ എം ഡിയും എം സിയുടെ വാല്യൂ ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ സപ്പോർട്ട് മൊമെന്റിനെ ഞാനിവിടെ ഓർഡിനേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. എം ബി എന്ന് പറയുന്നത് 449 ആൻഡ് എം സി എന്ന് പറയുന്നത് 174. ഇവിടെ ഓർഡിനേറ്റ് ആയിട്ട് വരയ്ക്കാം. ആൻഡ് എം എ എന്ന് പറയുന്നത് എന്താ? ഹിഞ്ച് സപ്പോർട്ടാണ്, 0 ആണ്. ഡിയിലും എന്താണ്? റോളർ സപ്പോർട്ടാണ്, 0 ആണ്. ഇനി ഇതിനെ ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻ, അത് അല്ലെങ്കിൽ ഹോഗിങ് മൊമെന്റ്. ഇതെന്താ? നെഗറ്റീവ് അല്ലേ വാല്യൂ വന്നിട്ടുള്ളത്? നെഗറ്റീവ് കാണിക്കുന്നത് എന്താ? എപ്പോഴും സപ്പോർട്ട് മൊമെന്റ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ എന്താ? ഫ്രീ മൊമെന്റും കൂടെ വരുന്നുണ്ട് ലോഡിങ് കാരണം. ഈ ലോഡിങ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. എങ്ങനെ വരും? ഇവിടെ പരാബോളിക് ആണ്, ഈ ഏകദേശം നിങ്ങൾ ഇതിന്റെ ഹൈറ്റ് കൂടെ അതായത് വാല്യൂസ് കൂടെ എഴുതി വെക്കുക. അതായത് ഇത് 449.78 ആണ്. ഇവിടുത്തെ മാക്സിമം ഓർഡിനേറ്റ് വരുന്നത് 720 ആണ്. നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട് ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ആൻഡ് ഇവിടുത്തെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 320 ആണ്. അപ്പൊ ഇതിലും താഴെ ഇതിന്റെ ഓർഡിനേറ്റ് വരുന്നുള്ളൂ. ആൻഡ് ഇവിടെ 360, ഈ ഓർഡിനേറ്റ് 174.22. ഇനിയിപ്പോ ഇതെന്താണ്? ഫ്രീ മൊമെന്റ് എന്ന് പറയുന്നത് സാഗിങ് മൊമെന്റ് ആണ്. ഇത് പോസിറ്റീവ് മൊമെന്റുകളാണ് ഈ വരച്ചിട്ടുള്ളത്. ഞാൻ പച്ച കളറിൽ വരച്ചിട്ടുള്ളത് ഫ്രീ മൊമെന്റും ബ്ലൂ ലൈൻസ് വരച്ചിട്ടുള്ളത് സപ്പോർട്ട് മൊമെന്റുകളുമാണ്. അപ്പൊ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബാക്കിയുള്ള പോർഷൻ നിങ്ങൾ ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബാക്കിയുള്ള പോർഷൻ എന്ന് പറഞ്ഞാല് ഓവർലാപ്പ് ചെയ്ത് വരാത്ത പോർഷനുകൾ ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. എം ഡിയും എം സിയും നമുക്ക് ഡയറക്ട്ലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 സപ്പോർട്ട് മൊമെന്റുകളാണ്. അപ്പൊ നമുക്ക് അവസാനം സോൾവ് ചെയ്ത് കിട്ടുന്ന ഈ 2 വാല്യൂ എന്ന് പറയുന്നത് എം ഡിയും എം സിയും ആണ്. അത് ഓർഡിനേറ്റ് ആയിട്ട് വരയ്ക്കുക. അത് നമ്മളുടെ ഹോഗിങ് മൊമെന്റ് ആയിട്ട് വരും. ദെൻ ലോഡിങ് കാരണം ഉണ്ടാവുന്നത് ഫ്രീ മൊമെന്റ് ആയിട്ട് വരും. ഇതാണ് ബെൻഡിങ് മൊമെന്റ്. എന്നിട്ട് ഓവർലാപ്പ് ചെയ്ത് വരാത്തുള്ള പോർഷൻ ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാണെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ബീമിന്റെ പ്രോബ്ലം ചെയ്തു തീർന്നു ഇവിടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് മെത്തേഡില് നമുക്ക് ഫ്രെയിമും വരുന്നുണ്ട്, ട്രസ്സും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബീമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ. താങ്ക് യു എവരിവൺ.